ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ക്ലൂലെസ് പാസ്പോർട്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ അഞ്ജന ബീച്ചിലാണ്. അഞ്ജന ബീച്ചിൽ ഒരു ഫേമസ് ആയ ബീച്ച് കഫേയിൽ ഫുഡ് ട്രൈ ചെയ്യാമെന്നുകൊണ്ട് വന്നിരിക്കുകയാണ്. സുഹ ബീച്ച് കഫേ എന്ന് പറഞ്ഞിട്ട് അഞ്ജനയിലെ ഒരു അടിപൊളി കിടിലൻ ലൊക്കേഷനിൽ ഒരു ബീച്ച് ഫ്രണ്ട് കഫേയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ പോയി കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സീ ഫുഡും അതേപോലെ കുറച്ച് ഡിഫറെൻറ്റ് ഫുഡ്സൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സുഹ ബീച്ച് പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാം. സുഹ ബീച്ച് കഫേ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയ ഒരു ബീച്ച് കഫേയാണ് അഞ്ജനയിലുള്ളത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, സീ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ പോയിട്ട്. നമ്മൾ ബീച്ചെത്തി. ഇതാണ് അഞ്ജന ബീച്ചുള്ളത്. ബീച്ച് ഫ്രണ്ട് തന്നെയാണ് ഈ ഒരു കഫേ വരുന്നത്. ഈ ഒരു ചെറിയൊരു ഫ്ലീ മാർക്കറ്റുള്ള കുറേ ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് ഡ്രസ്സ് നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ മേടിക്കാൻ പറ്റാം. നമുക്കിവിടെ നിന്നാണ് അടുത്താണ്, നമുക്ക് ഈ ഒരു ബീച്ച് ഫ്രണ്ട് അടുത്താണ് ഈ ഒരു സുഹ കഫേ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇതാണ് സുഹ ദ ബീച്ച് കഫേ എന്ന് പറഞ്ഞിട്ട്, സിപ്പ് ബൈ ദ ബീച്ച് സുഹ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നല്ലൊരു കഫേയാണത്. അതിന് പുള്ളിൽ പോയി അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാം നമുക്ക്. ഹലോ സ്ട്രേഞ്ചർ സുഹ പറഞ്ഞിട്ട് നല്ലൊരു ചെയറൊക്കെ ഉണ്ട് അല്ലേ. നല്ല അടിപൊളി സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് അവർ. മേലെയാണ് ഈ കഫേ ഉള്ളത്. ഒരു ബീച്ച് വ്യൂവിൽ വരുന്ന അഞ്ജനയിൽ തന്നെയാണ് ഈ ഒരു കഫേ ഉള്ളത്. നന്നായിട്ടുണ്ടല്ലേ അഞ്ജു ഈ ഒരു സെറ്റിങ്? നല്ലൊരു കഫേ. അപ്പം നമ്മളിപ്പോൾ മുകളിൽ പോയിട്ടിരിക്കുകയാണ്. ബീച്ച് ഫ്രണ്ട് കഫേ ആണത്. അടിപൊളി ബീച്ച് വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു കഫേ ആണത്. പെറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ് ഈ ഒരു കഫേ. നമുക്ക് ഇവിടെ ഒരു കോക്ടെയിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. ഗാർഡൻ ഗെയിം എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ട് ഇതിൻ്റെ ഇൻ ഹൗസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോക്ടെയിലാണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. Garden game എന്ന് പറഞ്ഞ ഈ ഒരു കോക്ടെയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. താങ്ക്സ് ബ്രോ. സോ വാട്ട് ഡസ് ഇറ്റ് കണ്ടെയ്ൻ? It's a gin based cocktail, very floral. Okay, so we make lavender syrup which is house made. Okay, we combine it with cranberry juice. Okay. 60 ml of greater than gin. This one. Okay. And lime and sugar, that's it. Tell me about Suha bro. So what's special about Suha? So Suha means actually in Arabic it means a hidden star. Oh, hidden star. Just like our concept, it's a hidden restaurant in the heart of Anjuna. Oh. Okay, it's a beautiful beach cafe. So when we started it, we were like, we had this in mind, like we won't be sourcing anything like, which is like sugar or anything. Oh. So we, all our cocktails, we are making it with like, organic, with all those fruits to give it like, organic stuff. Whatever syrups we are using in our cocktails, these are all house made. Okay, we make it in house, and we do lot of infusion also, which is bacon. We do rosemaries. Okay, lot of spirits are infused with all the ingredients which we are finding in like local basis basically. Okay. Yeah. So what is special here? Like if you come here, like which food so or if you're coming to Suha, do try Garden Game. Garden Game. This one, right? It's Okay. ladies love. Trust me, it's a ladies love. Okay. What about the food? Which one you prefer? So basically in our food, it's a global fusion cuisine. Okay, you will find every like food cuisine over here, which is like we have tried to give it a touch of Asian herbs. Okay, Asian okay. herbs. Yeah, basically that. And you'll find every cuisine over here. We didn't stick to like proper one cuisine. Okay. Which is like any cuisine you take, whether it be Italian, American, Indian, or the Goan. We have introduced all in everything in our menus. You will get everything. Okay. Then let me try. So it's Zaira then. Thanks bro. Thank you. മോക്ടെയിൽ വന്നിട്ടുണ്ട്. വെർജിൻ സാങ്ക്രിയ എന്ന് പറഞ്ഞ ഒരു മോക്ടെയിലാണ്. ഇതൊരു ഡിഫറെൻറ്റ് എല്ലാ ഫ്രൂട്ട്സും ഉള്ള ഒരു മോക്ടെയിലാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കേ. ആ നല്ല ടേസ്റ്റ്. ഞാനൊരു ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൻ്റെ
ഫ്യൂഷനാണ് ശരിക്കും. എന്നാലും നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് കുറച്ച് ഡിഷസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ചിപ്പ് ത്രിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. നാച്ചുറൽസ് പോലത്തെ ഒരു ചിപ്സും അതിൻ്റെ കൂടെ ഒരു ഡിപ്പിങ്ങും വരുന്നുണ്ട്. ഒരു സ്പിനാച്ച് ആൻഡ് കോൺ ഡിപ്പിംഗ് ആണിത്. പിന്നെ വരുന്നത് ഒരു ബാവ് എന്ന് പറഞ്ഞ ഒരു ഡിഷാണ്. ഇതൊരു ജാപ്പനീസ് ടൈപ്പ് ഡിഷാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ബാവ് എന്ന് പറയുന്നത് സ്റ്റീമി ഫിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡിഷിൻ്റെ പേര്. ഇതിൽ കുറേ എക്സോട്ടിക് വെജിറ്റബിൾസും ആൻഡ് ചിക്കൻ സ്റ്റഫിംഗ് ഒക്കെ ആയിട്ടുള്ള വരുന്ന ഡിഷാണ്. പിന്നെ വരുന്നത് ഒരു ഗ്രിൽഡ് ഫിഷും അതിൻ്റെ കൂടെ ഒരു കസ്കസ് എന്ന് പറഞ്ഞ റൈസും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെയാണ്, സോർട്ടഡ് വെജീസ് ആണ്. ഇതാണ് ഇനി ഒരു ഡിഷ്. പിന്നെ അതുപോലെ ഒരു ചൈനീസ് ടൈപ്പിലുള്ള റൈസും ഒരു ചിക്കൻ ഗ്രേവിയും വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവരുടെ പ്ലേറ്റിങ്ങും ഡിഷസ് ഒക്കെ കാണാൻ തന്നെ. അപ്പോൾ ഞാൻ സെസമി ചിപ്സ് വിത്ത് ചീസ് ആൻഡ് കോൺ ഡിപ്പ് ട്രൈ ചെയ്യാൻ പോവാണ്. ചീസി സ്പിനാച്ച് ഒരു ക്രിസ്പി ചിപ്സിൽ നമ്മൾക്ക് ഈ ഒരു കോണും പിന്നെ ചീസൊക്കെ ആയിട്ടുള്ള ഒരു ഡിപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് നാച്ചോസ് കഴിക്കുന്ന പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ഒരു ഡിഫറെൻറ്റ് ട്രൈ. എന്തായാലും നല്ലൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രിൽഡ് ഫിഷ് വിത്ത് ബോയിൽഡ് വെജിറ്റബിൾസ് ആൻഡ് കസ്കസ് എന്ന് പറഞ്ഞ ഒരു മില്ലറ്റ് ടൈപ്പ് റൈസാണിത്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഭാഷ ഫിഷാണ്. ഭാഷ ഫിഷ് നല്ലൊരു ഗ്രിൽഡ്, ഒരു സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ഫിഷാണ് ഇത് വരുന്നത്. നന്നായിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു സോസിലും കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് കഴിക്കാൻ തന്നെ. നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ. ഈ ഒരു റൈസ് എന്ന് പറയുന്നത് ഇതൊരു കസ്കസ് എന്ന് പറഞ്ഞ ഒരു മില്ലറ്റ് ടൈപ്പ് റൈസാണ്. നമ്മളുടെ ഈ ചാമ റൈസ് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കില്ല ഇത്. ചാമ റൈസ് ആ ടൈപ്പിൽ വരുന്ന ഒരു മില്ലറ്റ് റൈസാണത്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഗോങ് ബോ എന്ന് പറഞ്ഞ ഈ ഒരു ഫൈനലായിട്ട് വരുന്ന ഞങ്ങളൊരു ഡിഷ് കഴിക്കാൻ പോകണം. ചിക്കൻ സോസിലും പ്ലസ് ബേൺ ഗാർലിക് റൈസാണ് ഇവർ വന്നിരിക്കുന്നത്. കോങ് ബോ സോസാണ് ഇവർ യൂസ് ചെയ്യുക. ഈ ഒരു ഡൈസ് ചിക്കനിൽ ഒരു കോൺഫ്ലവർ ഒക്കെ വെച്ച് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സോഫ്റ്റ് ബോൺലെസ് ചിക്കനാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു റൈസിന് കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്. ആ ഒരു സോസ് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്വീറ്റ് ആൻഡ് സോർ ടൈപ്സാണ് വരുന്നത്. നമുക്ക് ചുറോസ് എന്ന് പറഞ്ഞ ഒരു ഡിഷാണ് നമ്മൾ പറയുന്നത് ഡെസേർട്ടിൽ. ഇതൊരു വീറ്റ് ഫ്ലോറിൽ ചെയ്ത ഒരു ഡിഷാണ്. അതിൻ്റെ മേലെ നമ്മൾക്ക് ഷുഗർ ആൻഡ് സിനമൺ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ ദുബായിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഹേർഷീസ് ഇവർ ഇൻ ഹൗസ് ചോക്ലേറ്റ് സിറപ്പാണ് തരുന്നത്. ആൻഡ് ദെൻ കാഡമം ആൻഡ് ഷുഗർ ടോപ്പിങ്സും വരുന്ന ഒരു ഡിഷാണിത്. ഈ ഒരു നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എന്തായാലും സുഹ ബീച്ച് കഫേയിൽ വന്ന് ഞങ്ങൾ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തു. എന്തായാലും അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കഫേയിലൊക്കെ വരാൻ പറ്റും. വന്നു വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം കോക്ടെയിൽസും മോക്ടെയിൽസൊക്കെ ട്രൈ ചെയ്ത് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. നല്ലൊരു ബെസ്റ്റ് കഫേ തന്നെയാണ്, ബീച്ച് കഫേ തന്നെയാണ് അഞ്ജുനാലുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ഫുഡ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഫുഡ് വ്ളോഗ് ട്രാവൽ സീരീസ് ആയിട്ട് വരുന്നവരിക്കും. സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട്സ്. ബൈ.